ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെപ്ലം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഈ മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഒരു റെഡ് കളർ ആണെങ്കിലും നേരിട്ട് കറക്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ്. ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഞാനൊരു ഷർട്ട് തയ്ച്ചത്. അപ്പോൾ നല്ല മെറ്റീരിയലാണ്, നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ഷർട്ട് ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്തു, പക്ഷേ അതിന് മെറ്റീരിയലിന് കുഴപ്പമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടൊരു പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കുറേ ആയിട്ട് എന്നോട് കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു പെപ്ലം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമെന്ന്. അപ്പം എല്ലാവർക്കും കൂടെ വേണ്ടി, പിന്നെ എനിക്കും കൂടെ വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെപ്ലം ടോപ്പിൻ്റെ ബാക്കിൻ്റെ പാറ്റേണിനെ പറ്റി ആദ്യം പറയാം. ഇതാണ് യോക്കായിട്ട് വരുന്നത് ബാക്കിലെ. ഇതിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് 6ആണ്. ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നതും 6 തന്നെയാണ്. യോക്ക് ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. അതുപോലെ വണ്ണം വരുന്നത് 11. ഇവിടെ ഫോൾഡാണ് വരുന്നത്. പിന്നെ നമുക്ക് താഴത്തേക്ക് ആ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇതും ഫോൾഡായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ലെങ്ത്ത് വരുന്നത് ഈ യോക്കിൻ്റെ താഴത്തെ ലെങ്ത്തിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വേണ്ടത്. ഇരട്ടിയിൽ കൂടുതലായാലും കുഴപ്പമില്ല, കുറവാകാതിരുന്നാൽ മതി, പ്ലീറ്റ്സ് കാണത്തില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത്, ഈ പ്ലീറ്റ്സ് ഇടുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. പെപ്ലം ടോപ്പിൻ്റെ ഫ്രണ്ടിനെ പറ്റി പറയുവാണെങ്കിൽ യോക്ക് ലെങ്ത്ത് 13 എടുത്തിരിക്കുന്നത്, ഷോൾഡർ 6, ആം ഹോൾ ലെങ്ത്ത് 6. ഈ യോക്ക് ലെങ്ത്ത് 13 മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ 4 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് ഇവിടെ ഒരു ചരിഞ്ഞ ലൈൻ വരച്ചു കൊടുക്കുവാണ്. ഇവിടെ ഫോൾഡാണ് വരുന്നത്. നമ്മൾ ആലിയ കട്ട് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ താഴത്തെ ആലിയ കട്ടിൻ്റെ താഴത്തെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടം തൊട്ട് ഈ ഒരു പോയിന്റ് തൊട്ട് താഴത്തെ ഈ ഒരു പോയിന്റ് വരെ 12 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇവിടെയും ഈ 2 സൈഡിലും 12 ഇഞ്ച് ലെങ്ത്താണ് വരുന്നത്. എന്നിട്ട് ഈ 12 ഇഞ്ചിൻ്റെ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് കയറ്റി എടുത്തിട്ട് ഇതുപോലെ ഒരു ചരിഞ്ഞ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതും ഫോൾഡ് തന്നെയാണ് വരുന്നത്. പിന്നെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെപ്ലം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും പാർട്ട് 1ഉം 2ഉം ആയിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ആണ്. അതുകൊണ്ട് നമുക്ക് തേരുവശം നേരെ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് കൃത്യം അളവ് കിട്ടത്തില്ല. നമ്മളൊരു സ്മോൾ സൈസിൻ്റെ പെപ്ലം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ആ ഒരു സൈസിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട്. സോ അതുകൊണ്ട് നമ്മൾ വട്ടം മെറ്റീരിയൽ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിൻ്റ് വട്ടം ഇട്ടാലും നീളം തുണി ഇട്ടാലും എല്ലാം ഒരുപോലെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വിഷയമില്ല. പ്രിൻ്റ് വേറെ രീതി വരുവാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിത് ഇതുപോലെ തുണി വട്ടം ഇട്ടിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ സാധാരണ പാറ്റേൺ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. എപ്പോഴും മെഷർമെൻ്റ് എടുത്ത് വരച്ച് വെട്ടാനായിട്ട് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ പാറ്റേൺ ഞാൻ എപ്പോഴും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മെഷർമെൻ്റൊക്കെ വരച്ച് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതൊന്ന് ചരിച്ചിട്ട് കൊടുക്കാം. ചരിച്ചിട്ടിട്ട് മെഷർമെൻ്റൊക്കെ എടുത്ത് വരച്ച് വെട്ടുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. അതുകൊണ്ടൊന്ന് ചരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ തുണിയുടെ വണ്ണം എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കണം. 11 ഇഞ്ചെങ്കിലും വേണം. കാരണം സ്മോൾ സൈസ് ആണെങ്കിലും നമ്മൾ ലോക്ക് ചെയ്യാത്ത കൊണ്ട് തന്നെ സൈഡ് വശം ഞാൻ ഉള്ളിലോട്ട് വെച്ച് മടക്കി അടിക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വിഡ്ത്ത് വേണം. പിന്നെ ഷോൾഡർ ഞാൻ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. മുകളിൽ ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വീണ്ടും ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമ്മുടെ ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ടാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് സൈഡിലേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതിലാണ് നമ്മൾ ആം ഹോൾ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കഴുത്തകലമാണ്. കുറച്ച് വൈഡായിട്ടുള്ള വി ആയതുകൊണ്ട് തന്നെ കഴുത്തകലം ഞാൻ മാർക്ക് ചെയ്യുന്നത് 3.5. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് വരച്ച ലൈനിൽ നിന്ന് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3.5 മാർക്ക് ചെയ്ത പോയിന്റും ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ഒരു ചരിഞ്ഞ ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്ത ലൈനിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അത് 6 ആയതുകൊണ്ട് 3 മിഡ് പോയിന്റ്. പിന്നെ 3ൽ നിന്ന് സൈഡിലേക്ക് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലൂടെ ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഞാൻ വീഡിയോ എടുത്ത് വന്നപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചില്ല, മെറ്റീരിയൽ ബ്ലറായിപ്പോയി. അതുകൊണ്ട് ആം ഹോൾ വരക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. വരച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമുക്ക് യോക്ക് പോർഷൻ്റെ ലെങ്ത്ത് നോക്കണം. ഈ പാറ്റേണിനകത്ത് ഞാൻ 12 കൊടുത്തിരുന്നത്, പക്ഷേ ഞാൻ ഇതിനകത്തൊരു 13 കൊടുക്കാമെന്ന് വെച്ചു. ഇതുപോലെ 13 മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
അതിനുശേഷം നമ്മൾ ആ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് 4 ഇഞ്ച് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുത്താൽ മതി. ഞാൻ നേരത്തേക്ക് 3.5-3 ഇഞ്ചായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഷേപ്പിൽ നിൽക്കണമെങ്കിൽ 4 ഇഞ്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു വി ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സൈഡിലത്തെ ആ പോയിന്റിലേക്ക് ഈ പോയിന്റിൽ നിന്നൊരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഇത് ഫ്രണ്ട് പോർഷനാണ് പെപ്ലം ടോപ്പിൻ്റെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് പോർഷൻ ഞാൻ ആ പാറ്റേൺ വെച്ചാണ് ട്രേസ് ചെയ്തെടുത്തത്. കാരണം മെഷർമെൻറ്റ് ഇത് തന്നെയാണ്, പിന്നെ ആ ലെങ്ത്തിൽ വ്യത്യാസം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിൽ നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പ് വരുന്നില്ല. 13 തന്നെയാണ് താഴത്തേക്ക് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷോൾഡറും ആം ഹോളും ഒക്കെ ഇതുപോലെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാൻ പാറ്റേൺ വെച്ചങ്ങ് ട്രേസ് ചെയ്താണ് വരച്ചത്. യോക്ക് ലെങ്ത് ഞാൻ ഫ്രണ്ടിൽ കൊടുത്ത പോലെ തന്നെ 13 ഇഞ്ചാണ് താഴത്തേക്ക് കൊടുത്തത്. ഈ പാറ്റേണിൽ വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ കുറച്ച് അളവ് കുറച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ആ പാറ്റേൺ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ നേരെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രണ്ടും ബാക്കും അടുപ്പിച്ചടുപ്പിച്ച് വരച്ചുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെക്കിൽ നമ്മൾ ക്യാൻവാസാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് നെക്ക് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത് പോകാത്തത്. ഇനി ഫ്രണ്ട് പോർഷൻ വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ഇനി നമുക്ക് ബാക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ ഒരു നോച്ചും കൂടെ കൊടുക്കുന്നുണ്ട് സെൻറ്റർ പോർഷനിൽ. ബാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് പോകുന്നത്. ആം ഹോൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ആ ഷോൾഡറിൽ ഒരു നോച്ച് കൊടുക്കണം. കാരണം നെക്ക് വെക്കുമ്പോൾ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ് ഇതുപോലെ നോച്ച് കൊടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ യോക്ക് പോർഷൻ്റെ താഴെയായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗമില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. നീളവശത്തിൽ തന്നെ സെൽവെഡ്ജ് നേരെ വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ സൈഡിൽ കിടക്കുന്ന തുണിയൊക്കെ അവിടെ കിടന്നോട്ടെ, അത് നമുക്ക് സ്ലീവിൽ പ്ലേറ്റ്സ് ഇടാനായിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്നും ചുളിവില്ലാതെ നേരെ ഇട്ടതിന് ശേഷം ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തുണി ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിൽ നിന്ന് താഴത്തേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ആലിയ കട്ട് ചെയ്തപ്പോൾ മുകളിലേക്കാണ് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. അതുതന്നെ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്തോരാണോ 3 ഇഞ്ചാണോ 3.5 ആണോ മാർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മുകളിലത്തെ ആ പോയിന്റിൽ നിന്ന് താഴത്തെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതിലേക്ക് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എന്തോരം ലെങ്ത് വേണോ അതിനനുസരിച്ചാണ് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്കൊരു 23 ഇഞ്ച് മതി, അതുകൊണ്ട് ഞാൻ ടോപ്പ് പോർഷനിൽ 13 ഇഞ്ചാണ് എടുത്തത്. 13 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ച് പോകും, അപ്പോൾ 12 ഇഞ്ചായിരിക്കും കിട്ടുക. അതുപോലെ താഴത്തെ പോർഷനിൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൽ 1 ഇഞ്ച് തയ്യൽത്തുമ്പ് പോയിട്ട് നമുക്കൊരു 15 ഇഞ്ചായിരിക്കും കിട്ടുക. അപ്പോൾ 11ഉം 12ഉം നമുക്ക് ടോട്ടൽ 23 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. അപ്പോൾ അതനുസരിച്ചാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് യോക്ക് പോർഷനും താഴത്തെ പോർഷനും എന്തോരം ലെങ്ത്ത് വേണമെന്ന് കണക്കാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഫ്രണ്ട് പോർഷനാണ്. ഇനി ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് വരുന്ന ആ ഒരു ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിൽ നിന്ന് താഴത്തേക്ക് 12 ഇഞ്ചല്ലേ എടുത്തത്. ആ 12 ഇഞ്ച് ലെങ്താണ് നമ്മൾ ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തിന് വേണ്ടത്. കാരണം ബാക്കിൽ ആലിയ കട്ട് വരുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 12 ഇഞ്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. നമ്മളപ്പോൾ ഫ്രണ്ടും ബാക്കും എല്ലാം കട്ട് ചെയ്തു. ഇനി സ്ലീവിൻ്റെ മാത്രം കാര്യമാണ് നമുക്കുള്ളത്. ചെറിയ ഫ്രിൽസ് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തില്ലേ ഫ്രണ്ടും ബാക്കും, അത് കട്ട് ചെയ്തതിന് ശേഷം താഴെ വരുന്ന ആ ഒരു തുണി ഉണ്ടായിരുന്നു, അത് 4ആയിട്ട് മടക്കിയിട്ട് 4 പീസാക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് ആം ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് ഞാൻ അളന്ന് നോക്കുവാണ്. ഇത് 2ആയിട്ടോ 3ആയിട്ടോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പ്ലീറ്റ്സ് ആയിരിക്കും കിട്ടുക. വലിയ പ്ലീറ്റ്സ് വന്നാൽ ഒരു ഭംഗി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം, 4 പീസാക്കി എടുക്കാം. എന്നിട്ട് 2 വീതം ജോയിൻ ചെയ്ത് എടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കണേ. ഇപ്പോൾ അതേ ഞാൻ ആ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 23ആണ്. ഈ 2 പീസും ജോയിൻ ചെയ്തിട്ട് ഒരു സ്ലീവിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നല്ല ഫ്രിൽസ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എന്തായാലും കാണുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.